ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയില്ലേ ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇഡിക്ക് ഈ റിപ്പോർട്ട് വെച്ച് അന്വേഷിച്ചാൽ മതി. അത് BJPക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചിലപ്പോൾ കേരളം വിചാരിക്കുന്നുണ്ടാവാം. കാരണം ഇതിനകത്ത് കേരളത്തിനൊന്നും ചെയ്യാനില്ല കേട്ടോ. കേരള സർക്കാർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേ സർക്കാർ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു സെലക്റ്റീവ് ലീക്കേജ് നടത്തിയതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്ട്രീം ലെവലിൽ ഇത് ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ എക്സ്ട്രീം ലെവലിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് തൊട്ട് പുറകെ ഇങ്ങനെ ഒരു സാധനം ഒരു VD സതീശ് ക്ലീൻ ചീറ്റായിട്ട് ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വരും എന്നുള്ള ധാരണയും കൂടെ ഈ പറയുന്ന സർക്കാർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സെലക്റ്റീവ് ലീക്കേജ് നടത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും 3-4 യൂണിറ്റ് ഒരു ഹോട്ടലിന് മുമ്പിൽ തമ്പടിച്ച് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു ഹോട്ടലിൽ നിർത്തുന്ന സമയത്ത് ഇത് ലീക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയാണ്? VD സതീശനെതിരെ ശത്രുതയുള്ള നേതാവിന് പോലും VD സതീശനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത്. അതുകൊണ്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയാണ്. ക്ലാരിറ്റിയോട് കൂടി എല്ലാവരും പറയുന്നത് എന്താണ്? ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അതുപോലെ തന്നെ പടക്കം കാട്ടി പേടിപ്പിക്കേണ്ടതുള്ളൂ. ഞാൻ പറയുന്നത് 3-4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടത്തിയിട്ടുള്ളതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്ത നടപടികളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്